ഹമാസ് മുൻ തലവനും ഒക്ടോബർ 7 ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ യഹിയ സിൻവാറിന്റെ ഭാര്യ തുർക്കിയിലേക്ക് കടന്ന് വേറെ വിവാഹം കഴിച്ചതായി റിപ്പോർട്ട്. വലിയ തുകയുമായി തുർക്കിയിലേക്ക് കടന്ന് അവിടെ വേറെ വിവാഹം കഴിച്ചെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിൻവാറിന്റെ ഭാര്യ സമർ അബൂ സമർ മക്കളോടൊപ്പമാണ് തുർക്കിയിലേക്ക് കടന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചതായും പറയപ്പെടുന്നു. ഹമാസ് നേതാവ് ഫാത്തി ഹമദാണ് സമറിന് ഗാസയിൽ നിന്ന് തുർക്കിയിലേക്ക് കടക്കാൻ സൗകര്യം ചെയ്ത് നൽകിയിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റഫ അതിർത്തി വഴിയാണ് കടന്നത്. തുർക്കിയിലെത്തി അവിടെ താമസമാക്കിയ ഇവർ വേറെ വിവാഹം കഴിച്ചതായും പറയപ്പെടുന്നു. ഹമദ് തന്നെയാണ് പുനർവിവാഹത്തിനുള്ള മുൻകൈ എടുത്തത്. അതേസമയം പുതിയ ഭർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബർ അവസാനം റഫായിൽ വെച്ച് ഇസ്രയേൽ സൈന്യം സിൻവാറിനെ കൊലപ്പെടുത്തിയിരുന്നു. പിന്നാലെ യഹിയയുടെ അവസാന സമയത്തേതെന്ന് അവകാശപ്പെടുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ ഇസ്രയേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരുന്നു. കെട്ടിടത്തിന്റെ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ ഇരിക്കുന്നതും അയാൾ അകത്തേക്ക് ചെല്ലുന്ന ഡ്രോണിന് നേർക്ക് ഒരു വസ്തു എറിയുന്നതുമായിരുന്നു വീഡിയോയിലുണ്ടായിരുന്നത്. സിൻവാറും ഭാര്യ സമർ മുഹമ്മദും 2 മക്കളും തുരങ്കത്തിലൂടെ നടക്കുന്ന ദൃശ്യങ്ങളും പങ്കുവച്ചിരുന്നു. വീഡിയോയിൽ ഭാര്യ സമർ കയ്യിൽ പിടിച്ചിരിക്കുന്ന ബാഗും ചർച്ചാ വിഷയമായി. ആഡംബര ബ്രാൻഡായ ഹമീസ് ബർക്കേന്റേതാണ് ഈ ബാഗെന്നും ഏകദേശം 27 ലക്ഷം രൂപ ഇതിന് വില വരുമെന്നും പോസ്റ്റിൽ അവിജായ് അദ്രോയ് പറഞ്ഞിരുന്നു. ഗാസയിലെ നിവാസികൾ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി പാടുപെടുമ്പോൾ സിൻവാറിന്റെയും ഭാര്യയുടെയും സമ്പത്തിനോടുള്ള ആസക്തിയുടെ തെളിവുകൾ ഞങ്ങൾ കാണുന്നുവെന്ന് IDF പ്രസ്താവിച്ചിരുന്നു. എന്നിരുന്നാലും ആഡംബര ബാഗിന്റെ ആധികാരികത സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. 2024 ഒക്ടോബർ 16 സിൻവാർ മരിക്കുന്നതിന് മുൻപ് തന്നെ സമർ ഗാസയിൽ നിന്ന് രക്ഷപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. റഫ അതിർത്തി വഴി ഈജിപ്തിലേക്ക് കടക്കുകയും പിന്നീട് വ്യാജ പാസ്പോർട്ടിൽ തുർക്കിയിലേക്ക് എത്തുകയുമായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. യഹ്യ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദിന്റെ ഭാര്യ നജ്ഫയും ഗാസയിൽ നിന്ന് റഫ അതിർത്തി വഴി തുർക്കിയിലേക്ക് രക്ഷപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. 2011 യഹിയ സിൻവാർ സമർ മുഹമ്മദിനെ വിവാഹം ചെയ്തത്. ദമ്പതികൾക്ക് 3 കുട്ടികളുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രയേൽ ആക്രമണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമായി കണക്കാക്കുന്ന ഹമാസ് നേതാവാണ് യഹിയ സിൻവാർ. 2017 മുതൽ ഗാസയിൽ ഹമാസിനെ നിയന്ത്രിച്ചിരുന്ന ഇയാൾ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാനായിരുന്നു. 2014 ഒക്ടോബർ 16 ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചത്. കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഒക്ടോബർ 6 യഹിയയും സമറും കുട്ടികളും ഒരു തുരങ്കത്തിലൂടെ രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് സിൻവാറും ഭാര്യയും തുരങ്കത്തിലൂടെ രക്ഷപ്പെടുന്നതായി വീഡിയോയിൽ കാണുന്നത്. യഹിയ സിൻവാറും ഭാര്യ സമർ മുഹമ്മദും 2 മക്കളുമാണ് തുരങ്കത്തിലൂടെ നടക്കുന്നത്. ടെലിവിഷൻ, വെള്ളക്കുപ്പികൾ, തലയിണകൾ, കിടക്കകൾ തുടങ്ങിയ സാധനങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. മധ്യഗാസയിലെ ഖാൻ യൂനീസിലെ തുരങ്കമാണിതെന്നും കുടുംബത്തോടൊപ്പം എല്ലാ രാത്രിയിലും യഹിയ ഇവിടെയാണ് ഒളിച്ചിരുന്നതെന്നും ഇസ്രയേൽ സൈന്യത്തിന്റെ വക്താവ് ഡാനിയൽ ഹഗാരി അന്ന് പറഞ്ഞിരുന്നു. ഗാസയിലെ ജനങ്ങൾക്ക് ലഭിക്കാത്ത മുൻഗണനകളാണിതെന്നും യഹിയ സിൻവാർ എപ്പോഴും അദ്ദേഹത്തിനും പണത്തിനും ഹമാസ് തീവ്രവാദികൾക്കുമാണ് പ്രാധാന്യം നൽകുന്നതെന്നും ഹഗാരി ആരോപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.